ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവേഷ്ടം യൂട്യൂബ് ചാനലിലെ ദൈവകൃപയിലൂടെ ഒരു യാത്ര എന്ന നമ്മുടെ ബൈബിൾ പഠന പരമ്പരയുടെ 3-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് ബൈബിൾ തന്നതെന്ന്. ഇന്ന് നമ്മൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ബൈബിളിൻ്റെ ഏറ്റവും ആദ്യത്തെ പേജിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ഉൽപ്പത്തി എന്ന വാക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. തുടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിൻ്റെ എല്ലാം തുടക്കം? സൃഷ്ടിയുടെ തുടക്കം, മനുഷ്യവംശത്തിൻ്റെ തുടക്കം, പാപത്തിൻ്റെ തുടക്കം, രക്ഷയുടെ പദ്ധതിയുടെ തുടക്കം, ഇസ്രയേൽ ജനതയുടെ തുടക്കം. 50 അധ്യായങ്ങളിൽ വിരിയുന്ന ഈ മഹാകാവ്യം 8 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. പ്രിയരെ, ബൈബിളിൻ്റെ ആദ്യ 4 വാക്കുകൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ചിന്തിച്ചു നോക്കൂ, ആദിയിൽ ദൈവം. ഇത് വെറും ചരിത്രമല്ല സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനുള്ള ഫോർമുലയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ദൈവം, ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം ദൈവം, വിവാഹം കഴിക്കുമ്പോൾ ആദ്യം ദൈവം, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആദ്യം ദൈവം. സാമ്പത്തിക കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം നൽകുന്ന ഒരു പുരുഷനെയോ സ്ത്രീയോ കണ്ടാൽ ദൈവം അവർക്കും അവരിലൂടെയും പ്രവർത്തിക്കുന്നതിന് ഒരു പരിധിയും വയ്ക്കില്ല. ഇപ്പോൾ അത്ഭുതകരമായ ഒരു രഹസ്യം പങ്കുവയ്ക്കാം. ഉൽപ്പത്തി 1:2 ശ്രദ്ധിച്ചു നോക്കൂ. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ഒരു നിമിഷം ചിന്തിച്ചേ, ദൈവം സൃഷ്ടിക്കുന്നതെല്ലാം പരിപൂർണമല്ലേ? പിന്നെ എങ്ങനെ ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതുമായി? പ്രിയരെ, 1-ാം വാക്യത്തിനും 2-ാം വാക്യത്തിനും ഇടയിൽ എന്തോ സംഭവിച്ചു. ലൂസിഫർ എന്ന മാലാക വീണ് പിശാചായിത്തീർന്നു. പാപം ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഇവിടെയാണ് നല്ല വാർത്ത. ദൈവത്തിന് ഇത് പുനർനിർമ്മിക്കാൻ കഴിയും. കുഴഞ്ഞു വീണ ഭൂമിയെ ദൈവം എങ്ങനെ മനോഹരമാക്കി! 6 ദിവസം കൊണ്ട്. 1-ാം ദിവസം ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. 2-ാം ദിവസം ആകാശവിധാനമുണ്ടാക്കി. 3-ാം ദിവസം കര, കടൽ, സസ്യങ്ങൾ. 4-ാം ദിവസം സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. 5-ാം ദിവസം പക്ഷികൾ, മത്സ്യങ്ങൾ. 6-ാം ദിവസം മൃഗങ്ങൾ, മനുഷ്യൻ. ഓരോ ദിവസവും ദൈവം സംസാരിച്ചു, വചനത്താൽ സൃഷ്ടിച്ചു. ഇവിടെ 2 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൃഷ്ടിച്ചു എന്നതും ഉണ്ടാക്കി എന്നതും. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, എന്നാൽ ആകാശവിധാനത്തെ ഉണ്ടാക്കി. മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നാൽ മൃഗങ്ങളെ ഉണ്ടാക്കി. എന്താണ് വ്യത്യാസം? ഉണ്ടാക്കുക എന്നാൽ നിലവിലുള്ളത് കൊണ്ട് പുതിയത് നിർമ്മിക്കുക, ഒരു മരപ്പണിക്കാരൻ മരം കൊണ്ട് മേശ ഉണ്ടാക്കുന്നത് പോലെ. സൃഷ്ടിക്കുക എന്നാൽ ഒന്നുമില്ലായിൽ നിന്ന് പുതിയതുണ്ടാക്കുക. ഇത് ദൈവത്തിന് മാത്രമാണ് സാധ്യം. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കാം. പക്ഷേ പാപം കടന്നു വന്നപ്പോൾ അത് നശിച്ചു. ആ നശിച്ച ഭൂമിയാണ് ദൈവം പുനർനിർമ്മിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു പാഠം. ഉൽപ്പത്തി 1:4. ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. 4-ാം ദിവസം ഇത് വീണ്ടും ആവർത്തിക്കുന്നു. 1:18. എന്തുകൊണ്ട് ഇത് 2 തവണ സംഭവിച്ചു? കാരണം ഇത് അത്രമാത്രം പ്രധാനമാണ്. പലരും കരുതുന്നു വിഭജനം സാത്താനിൽ നിന്നാണെന്ന്. എന്നാൽ ശ്രദ്ധിക്കൂ, വിഭജനമുണ്ടാക്കിയ ആദ്യയാൾ ദൈവം തന്നെയാണ്. വെളിച്ചത്തിന് ഇരുളുമായി ഒരു കൂട്ടായ്മയുമില്ല. 2 കൊരിന്ത്യർ 6:14 പറയുന്നു, അവിശ്വാസികളുമായി ചേർച്ചയില്ലാത്ത പങ്കാളിത്തം അരുത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വെളിച്ചം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും വേർപ്പെടണം. ലോകത്തിൻ്റെ വഴികൾ, പാപത്തിൻ്റെ ശീലങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, എല്ലാത്തിൽ നിന്നും. അപ്പോൾ മാത്രമേ ദൈവം നമ്മളെ നോക്കി നല്ലതെന്ന് പറയുന്നു. ഉൽപ്പത്തി 1:2 മറ്റൊരു പ്രധാന കാര്യം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വ്യാപരിച്ചു എന്ന വാക്ക് ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ചിറക് വിരിച്ച് സംരക്ഷിക്കുന്നത് പോലെയാണ്. ദൈവവചനം മാത്രം പോരാ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും വേണം. ചില ക്രിസ്ത്യാനികൾ വചനം മാത്രം പഠിക്കുന്നു. അവർ ഉണങ്ങിയ അസ്ഥി പോലെ നിർജീവർ. മറ്റു ചിലർ ആത്മാവിനെ മാത്രം ആശ്രയിക്കുന്നു. അവർ പാളം തെറ്റിയ തീവണ്ടി പോലെയാകും. നമുക്ക് വേണ്ടത് രണ്ടുമാണ്, വചനവും ആത്മാവും. 6-ാം ദിവസം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കിരീടധാരണം മനുഷ്യൻ. എന്നാൽ ശ്രദ്ധിക്കൂ, അതേ ദിവസം തന്നെ മനുഷ്യൻ തൊട്ടു മുമ്പ് മൃഗങ്ങളെയും സൃഷ്ടിച്ചു. എന്താണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? ഉൽപ്പത്തി 2:7 യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം ഊതി, ദൈവത്തിൻ്റെ ശ്വാസം. മൃഗങ്ങൾക്ക് ജീവനുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ ശ്വാസമില്ല. മനുഷ്യന് ജീവനും ദൈവത്തിൻ്റെ ആത്മാവുമുണ്ട്. പൊടിയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടായിരിക്കാം? നമ്മളെ വിനയം പഠിപ്പിക്കാൻ. ദൈവത്തിൻ്റെ ശ്വാസമില്ലെങ്കിൽ നമ്മൾ വെറും പൊടി.
പിന്നെ ഉൽപ്പത്തി 1:27 ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ തന്നെ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപം, നമ്മൾ ദൈവത്തിൻ്റെ പ്രതിബിംബമാണ്. ഉൽപ്പത്തി 2:18 ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവനയുണ്ട്. 6 ദിവസം നല്ലത് നല്ലത് എന്ന് പറഞ്ഞ ദൈവം പെട്ടെന്ന് പറയുന്നു നല്ലതല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ദൈവം എന്തു ചെയ്തു? എല്ലാ മൃഗങ്ങളെയും ആദാമിൻ്റെ മുമ്പിൽ പരേഡ് നടത്തി. ആദാം ഓരോന്നിനും പേരിട്ടു: സിംഹം, കാള, പശു, കുതിര. പക്ഷേ ആദാമിന് യോജിച്ച ഒരു തുണയെ കണ്ടെത്തിയില്ല. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, ശരി ആദാമേ, ഞാൻ നിനക്ക് പ്രത്യേകം ഒന്ന് ഉണ്ടാക്കിത്തരാം. ദൈവം ആദാമിന് ഗാഠനിദ്ര നൽകി. ഉറക്കത്തിൽ അവൻ്റെ ഭാര്യയിൽ നിന്ന് ഹവ്വയെ നിർമ്മിച്ചു. ആദാം ഉണർന്നു നോക്കിയപ്പോൾ, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. ദൈവം നോക്കി പറഞ്ഞു, ഇപ്പോൾ വളരെ നല്ലത്. അതാണ് നമ്മുടെ ദൈവം. ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ ഉണ്ടാക്കിത്തരും. പ്രിയ ദമ്പതികളെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 2:24 ബൈബിളിലെ ആദ്യത്തെ കൽപ്പന. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായിരിക്കും. ഇത് പാപം വരുന്നതിന് മുമ്പുള്ള കൽപ്പനയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? വിട്ടുപിരിയുക എന്ന് പറഞ്ഞാൽ വൈകാരിക സ്വാതന്ത്ര്യം. പറ്റിച്ചേരുക എന്ന് പറയുമ്പോൾ പുതിയ ഐക്യം, ഒരു ദേഹം, പൂർണ്ണ ഐക്യം. മാതാപിതാക്കളെ പരിപാലിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ വിവാഹശേഷം തീരുമാനങ്ങൾ ദമ്പതികൾ ഒരുമിച്ചെടുക്കണം. മുൻഗണന പങ്കാളിക്കായിരിക്കണം. ആലോചന പരസ്പരം ചെയ്തിട്ട് വേണം. ഇന്ത്യയിൽ കൂടുതൽ വിവാഹങ്ങളും തകരുന്നത് ഈ കൽപ്പന അനുസരിക്കാത്തതുകൊണ്ടാണ്. ഉൽപ്പത്തി 1:28 ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. എന്താണ് അനുഗ്രഹം? സന്താന സമൃദ്ധി. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. അധികാരം, ഭൂമിയെ കീഴടക്കുവിൻ. ആധിപത്യം, സകലത്തെയും ഭരിക്കുവിൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അടിമയായിട്ടല്ല, അധികാരിയായിട്ടാണ്. നിങ്ങളുടെ കോപത്തെ അടക്കി ഭരിക്കുക, നിങ്ങളുടെ മോഹങ്ങളെ കീഴടക്കുക, ഭയത്തെ ജയിക്കുക, സാഹചര്യങ്ങളെ നിയന്ത്രിക്കുക. വെളിപാട് 21:7 പറയുന്നുണ്ട്, ജയിക്കുന്നവൻ ഇവയെ അവകാശമാക്കും. ആദിയിൽ ജയാളിയായി നമ്മളെ സൃഷ്ടിക്കപ്പെട്ടു, അവസാനം ജയാളിയായി നമ്മൾ കിരീടം ധരിക്കും. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിന് നൽകിയത് ഒരു വിവാഹ പങ്കാളി ഹൗവ, ഒരു ഭവനം ഏദൻ തോട്ടം, ഒരു ജോലി തോട്ടക്കാരൻ. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു നിയമം കൊടുത്തു: നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്തുകൊണ്ടായിരിക്കും ഈ നിയമം കൊടുത്തത്? അത് സ്വതന്ത്ര ഇച്ഛാശക്തിയെ പരീക്ഷിക്കാനായിരുന്നു. യഥാർത്ഥ സ്നേഹം നിർബന്ധിതമല്ല, അത് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതുപോലെ ഉൽപ്പത്തി 1:28 ഒരു കൽപ്പനയുണ്ട്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഇതെങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും അത് ലൈംഗിക ബന്ധത്തിലൂടെ തന്നെ സാധിക്കുള്ളൂ. ദൈവം ലൈംഗികത സൃഷ്ടിച്ചു. വിവാഹത്തിനുള്ള ലൈംഗികതയും ചേർന്നാണ് ദൈവം വളരെ നല്ലതെന്ന് പറഞ്ഞത്. എന്നാൽ വിവാഹത്തിന് പുറത്ത് അത് വളരെ മോശം, പാപമാണ്. വിവാഹത്തിനുള്ളിൽ അത് വളരെ നല്ലത്, അനുഗ്രഹമാണ്. ചില അതിവിശുദ്ധർ വിവാഹത്തിലെ ലൈംഗികതയും മോശമാണെന്ന് കരുതുന്നു. ഇത് ബൈബിളിന് വിരുദ്ധമാണ്. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. എന്നാൽ ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ 7-ാം ദിവസം ആദാമിൻ്റെ 1-ാം ദിവസമാണ്. ആദാം സൃഷ്ടിക്കപ്പെട്ടത് 6-ാം ദിവസം വൈകിട്ട്. അവൻ്റെ ആദ്യ പൂർണ്ണ ദിവസം അത് വിശ്രമമായിരുന്നു. എന്താണ് അതിൽ നിന്നുള്ള പാഠം? ആദ്യം കൂട്ടായ്മ, പിന്നെ സേവനം. ആദ്യം ദൈവം, പിന്നെ ദൈവവേല. ഒരു ദിവസം ദൈവത്തോടൊപ്പം ചെലവഴിച്ചതിന് ശേഷമാണ് ആദാം തോട്ടപ്പണി തുടങ്ങിയത്. എബ്രായർ 4:9 പറയുന്നു, ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച പ്രധാന പാഠങ്ങൾ ഇതൊക്കെയാണ്. എല്ലാത്തിൻ്റെയും തുടക്കം ദൈവം. നമ്മുടെ ജീവിതവും അങ്ങനെയായിരിക്കണം. ദൈവത്തിനെ പുനർനിർമ്മിക്കാൻ കഴിയും, എത്ര നശിച്ചതാണെങ്കിലും. വചനവും ആത്മാവും ഒരുമിച്ച് വേണം. സന്തുലിതാവസ്ഥ. വെളിച്ചം ഇരുട്ടിൽ നിന്ന് വേർപെടണം. വിശുദ്ധ ജീവിതം നയിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപമാണ്, അത് നമ്മുടെ മഹത്വം. ഏകത്വം നല്ലതല്ല, അത് ബന്ധങ്ങളുടെ പ്രാധാന്യം കാണിക്കുന്നു. വിവാഹത്തിൽ പുതിയ ഐക്യം, അത് മാതാപിതാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യമാണ്. അധികാരത്തിനായി നമ്മളെ സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ അടിമകളല്ല, നമ്മൾ ജയാളികളാണ്. ആദ്യം വിശ്രമം, പിന്നെ പ്രവൃത്തി. അതാണ് ദൈവിക ക്രമം. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തെ അത്ഭുതകരമായ സത്യങ്ങളാണ് പഠിച്ചത്. ദൈവം പറയുന്നു, ആദിയിൽ ഞാൻ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാവട്ടെ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണും പാപം എങ്ങനെ കടന്നു വന്നു, കായീനും ആബേലും, നോഹയുടെ പ്രളയം, ബാബേൽ ഗോപുരം. ഇതെല്ലാം നമ്മൾ വിശദമായി പഠിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലമർത്തുക, സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലൂടെ യാത്ര തുടരാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.